എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 9ാമത്തെ സർഗത്തിലെ 121, 122 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 2 ശ്ലോകങ്ങളിലും ഉപേന്ദ്രവജ്രവൃത്തമാണുള്ളത്. ഇവിടെ ജരാസന്ധനും ബലരാമനും തമ്മിലുള്ളതായിട്ടുള്ള യുദ്ധമാണ് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത് ബലരാമനെ ദേഷ്യപ്പെടുത്തുന്ന വിധത്തിൽ, പ്രകോപിപ്പിക്കുന്ന വിധത്തിൽ കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ജരാസന്ധൻ യുദ്ധം ആരംഭിച്ചു എന്നുള്ളതാണ്. ഇനി എന്താണ് ഉണ്ടാവാൻ പോണതെന്നുള്ളത് നോക്കാം. ആദ്യം 121ാമത്തെ ശ്ലോകം നോക്കൂ. തദീയ ബാണാസന നിർഗതേന സമാവൃത സായകമണ്ഡലേന ക്ഷണം സമാലക്ഷ്യത സീരപാണി പതിർമൃഗാണാമിവ പഞ്ചരസ്ഥ. ആദ്യം പദച്ഛേദം പറയാം. തദീയ ബാണാസന നിർഗതേന സമാവൃത സായകമണ്ഡലേന ക്ഷണം സമാലക്ഷ്യത സീരപാണി പതി മൃഗാണാം ഇവ പഞ്ചരസ്ഥ. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ പദച്ഛേദം പറയാൻ. ഇവിടെ ബലരാമനെ ആക്രമിച്ചു വീഴ്ത്തി എന്ന് തന്നെയാണ് പറയണത് ആദ്യം തന്നെ. അങ്ങനെയൊക്കെ വർണ്ണിക്കാം. നായകനെ ആദ്യം വർണ്ണിക്കുക, അതുപോലെ പ്രതിനായകനെ ശത്രുവിനെ വർണ്ണിക്കുക, നായകൻ്റെ പതനം, പിന്നെ ശത്രുവിൻ്റെ പതനം, അങ്ങനെ ഏത് രീതിയിലും വർണ്ണിച്ച് അവസാനം നായകൻ ജയിക്കുന്ന വിധത്തിൽ തന്നെയാണ് എല്ലാ നാടകങ്ങളും കാവ്യങ്ങളും ഒക്കെ വർണ്ണിച്ചിരിക്കുന്നത്. അതാണ് ഇവിടെ ആദ്യം പറയണത്. ബലരാമനെ ആക്രമിക്കുന്ന ഒരു വർണ്ണനയാണ്, ഒരു രംഗമാണ് ഇവിടെ പറയണത്. തദീയ ബാണാസന നിർഗതേന സായകമണ്ഡലേന. സായകമണ്ഡലം, സായക എന്ന് പറഞ്ഞാൽ അസ്ത്രം, സായകമണ്ഡലം അസ്ത്രങ്ങളുടെ സമൂഹം, കൂട്ടത്തോടെ ഇടതടവില്ലാതെ പ്രയോഗിക്കുന്നതായ അസ്ത്രങ്ങൾ, അതാണ് സായകമണ്ഡലം. ആ സായകമണ്ഡലത്താൽ, മണ്ഡലം എന്നുള്ളത് ഏകവചനമാണെങ്കിലും ജാതാവ് ഏകവചനം, ഒറ്റ വാക്കുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് അസ്ത്രങ്ങൾ എന്ന് അർത്ഥം കിട്ടും. അതുപോലെ ഏത് അസ്ത്രങ്ങളാണ്, ആരാണ് ഈ അസ്ത്രങ്ങൾ അയച്ചത് എന്നുള്ളത് പറയണ വാക്കാണ് തദീയ ബാണാസന നിർഗതേന എന്ന്. തദീയം എന്ന് പറഞ്ഞാൽ അവൻ്റേതായ, തസ്യ ഇദം തദീയം, ജരാസന്ധസ്യ ഇദം, ജരാസന്ധൻ്റേതായ ബാണാസനം, ബാണത്തിൻ്റെ ഇരിപ്പിടം, ധനുസ്, വില്ല്, അതിൽ നിന്ന് നിർഗതേന അയക്കപ്പെട്ടതായ. ബാണാസനം എന്ന് പറഞ്ഞാൽ തന്നെ വില്ലാണ്, അവിടെ ബാണം തന്നെയേ വയ്ക്കാറുള്ളൂ. ആ ബാണങ്ങളുടെ സമൂഹം, ധനുസിൽ തൊടുത്തുവിടുന്നതായ ബാണങ്ങളുടെ സമൂഹത്താൽ ക്ഷണം നിമിഷനേരം കൊണ്ട് സമാവൃത ചുറ്റപ്പെട്ടവനായ, ഇടതടവില്ലാതെ ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് അസ്ത്രങ്ങൾ ഇങ്ങനെ എഴുതുകൊണ്ടിരിക്കുകയാണ് ജരാസന്ധൻ. അപ്പോൾ ആ അസ്ത്രങ്ങളാൽ ചുറ്റപ്പെട്ടവനായ സീരപാണി, സീരപാണി എന്ന് പറഞ്ഞാൽ കലപ്പ, സീരം കലപ്പയാണ്. കലപ്പ കയ്യിലേന്തിയവനായിട്ടുള്ള ആൾ ദേവൻ ബലരാമൻ. ആ ബലരാമൻ പഞ്ചരസ്ഥ മൃഗാണാം പതി ഇവ സമാലക്ഷ്യത. മൃഗാണാം പതി, മൃഗങ്ങളുടെ പതി. മൃഗപതി എന്ന് പറഞ്ഞാൽ മൃഗം എന്നുള്ളതിന് സാധാരണ മൃഗങ്ങൾ അല്ലെങ്കിൽ പശുക്കൾ എന്നാണ് സംസ്കൃതത്തിൽ പറയുക. അങ്ങനെ അർത്ഥവുമുണ്ട്. മാൻ എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ സാധാരണ എല്ലാ മൃഗങ്ങളെയും, എല്ലാ ജീവജാലങ്ങളെയും, അതായത് കാട്ടിൽ വസിക്കുന്ന ജീവികളെയൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. തേഷാം പതി എന്ന് പറഞ്ഞാൽ സിംഹമാണ്. എങ്ങനെയുള്ള സിംഹമാണ്? പഞ്ചരസ്ഥ. പഞ്ചരം എന്ന് പറഞ്ഞാൽ കൂട്, കൂട്ടിലകപ്പെട്ട സിംഹം എന്നതുപോലെ പഞ്ചരസ്ഥ മൃഗാണാം പതി ഇവ സമാലക്ഷ്യത. ഒരു കൂട്ടിലിട്ട സിംഹത്തെ പോലെ കാണപ്പെട്ടു. ഇവിടെ ഉപമാലങ്കാരാണ്. കൂട്ടിലിട്ട സിംഹത്തെ പോലെയാണ് ബലരാമനെ കണ്ടപ്പോൾ തോന്നിയത്. അതായത് ശൗര്യത്തിനും വീര്യത്തിനും യാതൊരു കുറവുമില്ല, പക്ഷേ പെട്ടെന്ന് ആക്രമിക്കാൻ പറ്റാതെ വന്നു, അല്ലെങ്കിൽ ആക്രമണം തുടങ്ങിയില്ല. അതിനു മുമ്പ് ജരാസന്ധൻ ബലരാമനെ ആക്രമിച്ചു. അതുകൊണ്ട് മേലാസകലം അല്ലെങ്കിൽ ഈ രഥത്തിന് ചുറ്റും വന്ന് നിൽക്കുന്നതായ ബാണങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്ന ബലരാമനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടിലകപ്പെട്ട സിംഹം പോലെ, അത് ഏത് നിമിഷവും കൂട് പൊട്ടിച്ച് പുറത്ത് ചാടി ആക്രമിക്കാം. അത് സിംഹത്തിൻ്റെ ശക്തിക്ക് അനുസരിച്ച് ചെയ്യുക ചെയ്യും. അതിന് തൊട്ടു മുമ്പുള്ളൊരവസ്ഥയാണ് വർണ്ണിക്കുന്നത്. ബലരാമനെ കണ്ടിട്ടുണ്ടെങ്കിൽ കൂട്ടിലടച്ച, അപ്പോൾ കൂട്ടിലടയ്ക്കുമ്പോൾ തന്നെ ശൗര്യവും വീര്യമൊക്കെ ഒന്നുകൂടി കൂടും. കെട്ടിയിട്ട നായ്ക്കൾക്കൊക്കെ ഒരു കടിക്കാനുള്ള ഉത്സാഹം കൂടുന്നത് പോലെയാണ്. ഈ അടച്ചിട്ട മൃഗങ്ങൾക്കൊക്കെ അവയുടെ ആ എന്താ പറയുക, നിസ്സഹായത അല്ലെങ്കിൽ അവയുടെ ഒരു തുറന്ന് ഓടിപ്പോവാനുള്ള സ്വാതന്ത്ര്യവാഞ്ച, അതൊന്നും നടക്കാത്തത് കൊണ്ടുണ്ടാവുന്നതായ ദേഷ്യമൊക്കെ
ആ കൂട് തുറന്നു വിടുമ്പോഴോ അത് പൊളിച്ച് അല്ലെങ്കിൽ ചങ്ങല പൊട്ടിച്ച് പോകുമ്പോഴൊക്കെ അവർ തീർക്കാറുണ്ട്. എല്ലാ മൃഗങ്ങളും, ആനകളടക്കം വലിയ മൃഗങ്ങളും ചെറിയ മൃഗങ്ങളും ഒക്കെ അവർ ബന്ധനസ്ഥരായിട്ട് നിൽക്കുന്ന എല്ലാ മൃഗങ്ങൾക്കും ഇതൊക്കെ തന്നെയാണ് സ്വഭാവം വരണത്. അപ്പോൾ സിംഹം ഇപ്പോൾ കൂട്ടിലടച്ചു എന്നേ ഉള്ളൂ, അത് പുറത്ത് ചാടും എന്തായാലും. ആ അവസ്ഥയിലായി പോയി കുറച്ച് നേരത്തേക്ക്. അതാണ് ഇവിടെ പറഞ്ഞത്. പഞ്ചരസ്ഥ മൃഗാണാം പതി ഇവ സമാലക്ഷ്യത. അങ്ങനെ ഒരു സിംഹത്തെ പോലെ കാണപ്പെട്ടു. ഇനി അടുത്തത് എന്താണ് സംഭവിക്കണത് നോക്കാം. 122 ശ്ലോകം നോക്കൂ. പ്രസർപ്പതാ ശൗര്യമഹോ മഹിംന ശരാന്ധകാരം തമപോഹ്യ സർവം സമാസ്ഥിതസ്യന്ദനപൂർവശൈലം ചിരം ചകാശേ യദുവീരചന്ദ്ര. ആദ്യം പദച്ഛേദം പറയാം, ധാരാളമായിട്ടൊന്നുമില്ല എങ്കിലും പദങ്ങളൊന്ന് പരിചയപ്പെടാം. പ്രസർപ്പത ശൗര്യം, അഹോ മഹിംന ശരാന്ധകാരം തം അപോഹ്യ സർവം സമാസ്ഥിത സ്യന്ദനപൂർവശൈലം ചിരം ചകാശേ യദുവീരചന്ദ്ര. ബലരാമനെ പറ്റി പറയാണ്. യദുവീരചന്ദ്രൻ, യദുവീരന്മാരുടെ അല്ലെങ്കിൽ യദുവീരനാകുന്ന ചന്ദ്രൻ, തേജസ്വിയായിട്ട് മങ്ങി മങ്ങി നിൽക്കുക അല്ലെങ്കിൽ മേഘത്തിൻ്റെ അടിയിൽ പെട്ടുപോയ ചന്ദ്രൻ അതിതേജസ്വിയായിട്ട് പുറത്തു വന്നതുപോലെ ബലരാമനും പുറത്തേക്ക് വന്നു. അതാണ് ഈ ശ്ലോകത്തിൽ പറയണത്. ശൗര്യം പ്രസർപ്പത മഹിംന, തൻ്റെ ശൗര്യത്തെ മുഴുവനും പ്രകാശിപ്പിക്കുന്നതായ മഹിമാവോട് കൂടിയിട്ട്, അതായത് അല്പനേരത്തേക്ക് കൂട്ടിലടച്ച സിംഹം പോലെ നിന്നുള്ളൂ. അപ്പോഴേക്കും തൻ്റെ ശൗര്യം എന്താണ്, എവിടെയാണ് അത് എടുക്കേണ്ടതെന്ന് മനസ്സിലാക്കി പുറത്തേക്ക് വന്ന ആ ബലരാമൻ. അതാണ് ശൗര്യം പ്രസർപ്പത മഹിംന തം സർവം ശരാന്ധകാരം അപോഹ്യ. എന്നിട്ട് ആ ശരങ്ങളാകുന്ന അന്ധകാരത്തിനെ മുഴുവനും ഇല്ലായ്മ ചെയ്തിട്ട്, കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് ശരങ്ങളെയൊക്കെ ഏണിപ്പടിയായിട്ട് സ്വർഗത്തിലെത്തിക്കുമെന്നൊക്കെയാണ്. ആ ശരങ്ങൾ ഇങ്ങനെ ചുറ്റും കൂടി നിന്നപ്പോൾ വല്ലാത്തൊരു ഇരുട്ട്, ഒരു അന്ധകാരം അനുഭവപ്പെട്ടു. അതുകൊണ്ട് ആ അന്ധകാരത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട്, സകല അസ്ത്രങ്ങളെയും അവിടെ നിന്ന് ഇല്ലായ്മ ചെയ്തുകൊണ്ട്, പൊളിച്ചടക്കിക്കൊണ്ട് എന്നർത്ഥം. അതാണ് ശരാന്ധകാരം അപോഹ്യ സ്യന്ദനപൂർവശൈലം സമാസ്ഥിത യദുവീരചന്ദ്ര ചിരം ചകാശേ. സ്യന്ദനപൂർവശൈലം, സ്യന്ദനം തേരിൻ്റെ മുൻഭാഗമാകുന്ന ശൈലത്തിലെ കയറിയിട്ട് യദുവീരനാകുന്ന ചന്ദ്രൻ പ്രകാശിച്ചു. ചന്ദ്രൻ പ്രകാശിച്ചു എന്ന് പറയണത് പോലെയാണ്. ഉദയപർവ്വതത്തിൽ കയറിയിട്ട് ചന്ദ്രൻ എപ്രകാരമാണോ പ്രകാശിക്കുന്നത് അതേപോലെയാണ് ബലരാമൻ യദുവീരൻ ആകുന്ന ചന്ദ്രൻ. യദുവീരൻ എന്നുള്ളത് കൊണ്ട് ഇവിടെ കൃഷ്ണനെ അല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്, ബലരാമനെയാണ്. രണ്ടുപേരും യാദവ വംശത്തിൽ പെട്ടവർ തന്നെയാണല്ലോ. അപ്പോൾ യദുവീരചന്ദ്രൻ തൻ്റെ തേരാകുന്ന ഉദയപർവ്വതത്തിൻ്റെ മുകളിൽ കയറിയിട്ട്, അതാണ് ഇവിടെ പറയുന്നത് സ്യന്ദന പൂർവ്വശൈലം, രഥത്തിൻ്റെ മുൻഭാഗത്തേക്ക് അങ്ങോട്ട് കയറി നിന്നിട്ട് എന്ന് ബലരാമനെക്കുറിച്ച് പറയുമ്പോൾ, ബലരാമനെ ചന്ദ്രനായിട്ട് വർണ്ണിക്കുമ്പോൾ സ്യന്ദനമാകുന്ന പൂർവ്വശൈലത്തിൽ കയറി നിന്നിട്ട് തൻ്റെ രഥമാകുന്ന ഉദയപർവ്വതത്തിൽ, പൂർവം കിഴക്ക് ഭാഗത്തുള്ള ശൈലം ഉദയപർവ്വതം, അത് സൂര്യനായാലും ചന്ദ്രനായാലും ആ പർവ്വതത്തിൻ്റെ പിൻഭാഗത്തു നിന്ന് ഉയർന്ന് ഉദിച്ചു വരുന്നു. അങ്ങനെ ഈ യാത്ര മുഴുവനും കഴിഞ്ഞിട്ട് പടിഞ്ഞാറ് പോയിട്ട് പടിഞ്ഞാറ് ഭാഗത്തുള്ളതായ അസ്തമന പർവ്വതത്തിൻ്റെ അപ്പുറത്തേക്ക് മറഞ്ഞു പോകുന്നു, അസ്തമയം സംഭവിക്കുന്നു എന്നുള്ള രീതിയിലാണ് പണ്ടത്തെ കാലത്തെ ആൾക്കാരൊക്കെ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ സ്യന്ദനത്തിൻ്റെ മുൻഭാഗമാകുന്ന ആ തേരിൻ്റെ മുൻവശത്തേക്ക് കയറി നിന്നിട്ട്, അല്ലെങ്കിൽ സ്യന്ദനമാകുന്ന പൂർവ്വശൈലത്തിലേക്ക് കയറി നിന്നിട്ട് യദുവീരചന്ദ്രനാകുന്ന ബലരാമൻ ചിരം ചകാശേ, നന്നായി തെളിഞ്ഞ് പ്രകാശിക്കാൻ തുടങ്ങി. ഇവിടെ നന്നായി തെളിഞ്ഞ് പ്രകാശിക്കുക എന്നുള്ളത് കൊണ്ട് കഠിനമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിട്ടു എന്നാണ് പറയണത്. ജരാസന്ധനെ തുരത്തുന്ന തരത്തിലുള്ള അസഹ്യമായിട്ടുള്ള ആക്രമണം ബലരാമൻ നടത്തി എന്നർത്ഥം. നമുക്ക് 2 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. തദീയ ബാണാസന നിർഗതേന സമാവൃത സായകമണ്ഡലേന ക്ഷണം സമാലക്ഷ്യത സീരപാണി പതിർമൃഗാണാമിവ പഞ്ചരസ്ഥ പ്രസർപ്പതാ ശൗര്യമഹോ മഹിംന ശരാന്ധകാരം തമപോഹ്യ സർവം സമാസ്ഥിതസ്യന്ദനപൂർവശൈലം ചിരം ചകാശേ യദുവീരചന്ദ്ര. ഇവിടെ യദുവീരചന്ദ്രൻ എന്നൊക്കെ പറയുമ്പോൾ
രൂപകാലങ്കാരം പറയാൻ പറ്റും. യദുവീരചന്ദ്രനായിട്ടുള്ള ബലരാമൻ ശത്രുക്കളുടെ ശരങ്ങളെയും അവരുടെ തേജസ്സിനെയും ഒക്കെ തന്നെ നശിപ്പിച്ചു എന്നർത്ഥം. ഇനിയും യുദ്ധം തുടരുകയാണ്. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.